പറയാണ് മൗലവിമാരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, തീർന്നില്ല. എന്നാ നിങ്ങൾക്കൊരു രസം കേൾക്കണം. നമ്മളെ മൗലവി ഇവിടെ വന്ന് കുടുങ്ങിയല്ലോ. ഏത് മൗലവി? നമ്മളെ ഹുസൈൻ സലഫിക്ക് ഇവിടെ ഞാൻ മറുപടി പറയുമ്പോൾ കുടുങ്ങുന്നത് ആരാന്ന് വെച്ച് കേരളത്തിലുള്ള എല്ലാ മൗലവിമാരും കുടുങ്ങുകയാണ്. കാരണം എല്ലാവരെയും ഞാൻ വലയിലാക്കിയിട്ട് ഇവിടുന്ന് തന്നെ അടിക്കുകയാണ്. ഓരോ മൗലവിമാരെയും എന്റെ വലയിലിട്ടിട്ട് ഇവിടുന്ന് തന്നെ ഞാൻ ഓരോന്നിനും അടിക്കുകയാണ്. അപ്പൊ എല്ലാ മൗലവിമാർക്കും ഈ നാദാവത്തെ പരിപാടിയും കൊണ്ട് ഇനിയൊരു കുടുക്കാൻ പറ്റില്ല. അപ്പോ ഹുസൈൻ സലഫി പറയുന്ന കഴിഞ്ഞ പ്രസംഗത്തിന്, ഇതെന്താ എന്റെ പിന്നാലെ എന്നെ കൂടീന്? ആ ഈ ഒരു സങ്കടം അയാൾ പറയും. ആ സങ്കടം പറയുന്നതിന്റെ മുമ്പ് ഇയാള് ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അതിന്റെ അനസ് മുസ്ലിയാരിനെ പറ്റി ഇയാളൊരു നേതാവില്ലേ, അയാൾക്ക് എന്താ ഇയാൾ മറുപടി പറയുമ്പോഴത്ത് അനസ് മൗലവി എന്നിട്ടൊരു ഷോട്ടാ മൗലവിണ്ട്. ആ മൗലവിക്ക് ഞാനെന്താ മറുപടി പറയാൻ പോവാത്തത്? ആ മൗലവിനൊക്കെ ഇവിടുന്ന് തന്നെ ഞാൻ ശരിയാക്കുന്നില്ലേ? അതിനൊക്കെ ഉള്ള റിമോട്ടല്ലേ കയ്യിലുള്ളത്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി വെച്ചോ. അനസ് മൗലവിക്ക് മറുപടി പറയണോ പറയണ്ടേന്ന് നിങ്ങൾ പറയും എന്നോട്. നാട്ടുകാർ പറയട്ടെ, പറയണോ പറയണ്ടേന്ന്. കാരണം ഈ അനസ് മൗലവി വേറൊരു സ്ഥലത്തുനിന്ന് പറയുന്നത്, ഈ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി എന്ന മൗലവിയാണ് ഹജ്ജിന് പോകുന്നവർ മുശ്രിക്കാൻ പറഞ്ഞു. അനസ് മൗലവി പറയുന്നത്, മുജാഹിദ് ബാലുശ്ശേരി ഹജ്ജിന് പോകുന്ന 5 ലക്ഷം വെച്ച് ബാക്കിയൊക്കെ മുശ്രിക്കാണെന്ന് പറഞ്ഞു എന്നാണ് പേരോടും മറ്റൊക്കെ പറയുന്നത്. എന്നാൽ അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടേ ഇല്ല. എന്നിട്ട് അയാൾ പറയാണ്, എന്റെ അടുത്തുണ്ട് ക്ലിപ്പ്, പക്ഷെ ഇപ്പൊ എനിക്ക് കേൾപ്പിക്കോ നേരെയില്ല. ആര്? ഇയാള്. എന്നാല് അതയാള് പറയുന്നതും ഈ അനസ് തന്നെ ചങ്ങാതി പറയുന്നതും, എന്നിട്ടോ ഞമ്മളെ ബാലുശ്ശേരി നേരത്തെ പറഞ്ഞത് കേട്ടാണ്, അതും രണ്ടും കൂടി കൂട്ടിയിട്ട് ഒന്നായിട്ട് കേട്ടോളൂ നിങ്ങൾ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. ഇയാൾക്ക് മറുപടി പറയാൻ ഞാൻ പോണോ കൊണ്ട് നിങ്ങൾ പറയും. ഇനി സഹോദരന്മാരെ, മൗലവി പറയുന്നത് അയാൾക്ക് ആ ക്ലിപ്പ് ഇടുവാൻ സമയമില്ല. ഇയാൾക്ക് മറുപടി പറയാൻ എനിക്കാ സമയം? തരക്കേടിലൊരു മൂത്രപ്പറ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഞാൻ അള്ളാന്റെ നോക്കിക്കൊണ്ട് നിങ്ങൾ 10 ഭൂമി നിങ്ങളെ കൊണ്ടും സഹായം കൊണ്ടും 50ഓളം പള്ളി ഉണ്ടാക്കി, 25ഓളം മദ്രസ ഉണ്ടാക്കി, 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാക്കി. ഈ മൗലവി ക്ലിപ്പിടാൻ സമയമില്ല. അയാൾക്ക് മറുപടി പറയാൻ ഞാൻ പോകണോ അല്ലേ?